പെട്ടെന്നൊരു ബിരിയാണി കഴിക്കാൻ തോന്നി. പക്ഷേ ചിക്കനില്ല. അപ്പോൾ എന്ത് ചെയ്യും? സാരമില്ല, മുട്ടയിരിപ്പുണ്ട്, നമുക്കൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം തന്നെ കൈമാ റൈസ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചു. പിന്നെ 3 മുട്ട പുഴുങ്ങിയെടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് മസാല നല്ലപോലെ മുട്ടയിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് നെയ്യും ഓയിലും ഒഴിച്ച് നമുക്ക് ഒരു 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടത്തിൽ കാഷ്നട്ടും റേസിൻസും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതും എടുത്ത് മാറ്റിയ ശേഷം അതേ ഓയിലിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച മുട്ടയില്ലേ, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബിരിയാണി ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരമുറി സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൈമാ റൈസില്ലേ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു 2 മിനിറ്റോളം വഴറ്റി അതിലെ വെള്ളം വറ്റി കഴിയുമ്പം നല്ല തിളച്ച വെള്ളം അരിയുടെ ലെവലിൽ നിന്ന് 1/2 ഇഞ്ച് ലെവലിൽ മേലെ നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് ദേ നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ നെയ്യും ഓയിലും വീണ്ടും ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി അതിലേക്ക് 2 തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള പകുതിയോളം അങ്ങിട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്താ, നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഒരു ലെയർ അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്നട്ടും റേസിൻസും കുറച്ച് മല്ലിയില ഇടുക. വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക. വീണ്ടും സവാള, കാഷ്നട്ട്, റേസിൻസ്, മല്ലിയില. പിന്നെ അവസാനമായിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂകി ഒരു വലിയ പാത്രം വെച്ച് അതിൻ്റെ മേലെ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും കൂടെ വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചേക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. തുറക്കുമ്പോൾ തന്നെ വരുന്ന മണം ആഹാ എന്താണെന്നറിയാവോ. ഇനി എന്താ, പ്ലേറ്റിലേക്ക് വിളമ്പിയാലോ. അപ്പോൾ ദേ ഒരു മുട്ടയും കുറച്ച് റൈസും മസാലയും എല്ലാം കൂടെ അങ്ങ് വിളമ്പി. ഇനി സാലഡോ അച്ചാറോ പപ്പടോ എന്താണെന്ന് വെച്ചാൽ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.